കോംപ്ലക്സ്, ഷോപ്പിംഗ് മോൾസ്, വലിയ വീടുകൾ പോലും അപ്പാർട്ട്മെൻറ്റ്സ് പോലും വളരെ പഴയ ഒരു പട്ടണമാണ്. പട്ടണം എന്നുള്ളത് പറയാനൊക്കത്തില്ല. ബാംഗ്ലൂരിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതൊന്നും നമുക്കൊരു കമ്പാരിസണ് പോലും സാധ്യതയില്ലാത്ത ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാനാകത്തില്ല. സത്യത്തിൽ എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഷോപ്പുകൾ പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ബംഗളയാണ് ഇവിടുത്തെ ഭാഷ. അല്ലാതെ ഇവർക്ക് മറ്റ് ഭാഷകൾ അറിയില്ല. ഹിന്ദി സംസാരിച്ചാൽ ഹിന്ദിയിൽ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതല്ലാതെ. പിന്നെ നമ്മുടെ നാട്ടിൽ എയർപോർട്ടിൽ വരെ ഓട്ടോ ഉണ്ട്. ഇനി സൈക്കിൾ റിക്ഷ, അതായത് ബാറ്ററി വെച്ച് ഓടുന്ന സൈക്കിൾ റിക്ഷ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അത് നമ്മളൊന്നും ചവിട്ടുവാണ്, പക്ഷേ അതല്ല, ബാറ്ററി വെച്ച് ഓടുന്ന സൈക്കിൾ റിക്ഷ. എന്നിട്ട് ഈ ചെറിയ ചെറിയ ശകടങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇപ്പം പറഞ്ഞാൽ ഒരു ദാരിദ്ര്യം മൊത്തത്തിൽ ഉണ്ട്. ഇവിടെയുള്ള വാഹനങ്ങൾ തന്നെ ഒത്തിരി ഏജ് ഓൾഡ് വാഹനങ്ങളാണ്. പിന്നെ പാർത്ഥസാരയുടെ കാര്യം മത്സരമുണ്ട് ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ സാരഥിയായ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞാനത് മാർഗം ഞാൻ അതേപോലെ 10 രൂപ എക്സ്ട്രാ തരാം, ഇത് പാർത്ഥസാര ഉപയോഗിക്കരുത് എന്നത് അദ്ദേഹം ചിരിക്കും. പക്ഷെ അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ശരിയല്ല. മറ്റ് പല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ഇതുപോലെ തന്നെയാണ് മുഖ്യമാണ്. മേഘാലയ പോയപ്പോഴും പാർത്ഥസാരയുടെ അതിരൂക്ഷമായ ഉപയോഗം ഞാൻ കാണുവാൻ हाँ इതാണ് അഗർത്തല റെയിൽവേ സ്റ്റേഷൻ. ദിസ് ഈസ് അഗർത്തല റെയിൽവേ സ്റ്റേഷൻ.